ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. റേഷൻ കടയിലെ ഗോതമ്പ് പൊടി ഉണ്ടോ എങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ച് അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേസമയം പുറംഭാഗം നല്ല മൊരിഞ്ഞതുമായ ഈ പലഹാരം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒട്ടും സമയം കളയാതെ റേഷൻ കടയിലെ ഗോതമ്പ് പൊടി വെച്ച് ഈ രുചികരമായ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 250 ml കപ്പിന് 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങയും ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ബോൾസായി എടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയാൽ നിങ്ങൾക്ക് കുറച്ച് അവിൽ ചേർത്തി കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗോതമ്പ് പൊടിയാണ് ചേർത്തി കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് 250 ml കപ്പിന് 1 കപ്പ് ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ അരിപ്പൊടി 2 ടേബിൾ സ്പൂണോളം അതും ചേർത്തി കൊടുക്കാം. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണോളം നമുക്ക് കറുത്ത എള്ളും ചേർത്തി കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ആ പഞ്ചസാരയും എള്ളും ഉപ്പും എല്ലാം നമുക്ക് എല്ലാ ഭാഗത്തും ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നത്. ഇനി കുറച്ചിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്. പലഹാരം എണ്ണയിൽ ഇടുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയി കിട്ടും. ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോകാതെ നോക്കണം. ഇതുപോലെ സ്പൂണിൽ നിന്ന് പെട്ടെന്ന് വീഴാത്ത രീതിയിലുള്ള നല്ല കട്ടി പരുവായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ എണ്ണയിൽ ഇടുമ്പോൾ ഇത് നല്ല പോലെ പൊന്തി വരികയുള്ളൂ. ഇനി ചെറുപയർ നമ്മൾ ബോൾസാക്കി വെച്ചതുണ്ടല്ലോ, അതിൽ നമുക്ക് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യാം. ഓരോ സ്പൂണിലും ഇതുപോലെ കോരിയെടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിൻ്റെ ഉൾഭാഗം നേരത്തെ തന്നെ വേവിച്ചെടുത്തത് കൊണ്ട് എണ്ണയിൽ ഇട്ട് അധികം സമയം വറുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ ഇട്ടുകൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് പുറംഭാഗം ഒന്ന് മൊരിഞ്ഞു വന്നാൽ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉടനെ തന്നെ നമുക്ക് ഇത് കോരിയെടുക്കാം. വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരങ്ങൾക്ക് പകരം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മക്കൾസൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നന്നായിട്ട് വിശന്ന് വരികയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചായൻ്റെ കൂടെ ഈ ഒരു ഐറ്റം കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രുചിയാണിതിന്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി സ്നാക്സാണ്. നമ്മുടെ സ്നാക്സിനെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, എണ്ണ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്തി കൊടുക്കുന്നത്. നമ്മൾ അധിക സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ അരിപ്പൊടി കുറച്ച് 1 ടീസ്പൂണോ 2 ടീസ്പൂണോളം ചേർത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പഴംപൊരി ആയാലോ അതല്ല നമ്മൾ പൊക്കവട ഉണ്ടാക്കുകയാണെങ്കിലോ ഒക്കെ ചേർത്തി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന നമ്മൾ എന്ത് സ്നാക്സ് ആയാലും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. കോരിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരിയെടുക്കാൻ നോക്കുക കേട്ടോ. എന്നാലും എണ്ണ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ എണ്ണ നമ്മുടെ സ്നാക്സിൽ ഒട്ടും കുടിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്കിതാ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചൂടിൽ കഴിക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. റേഷൻ കടയിലെ ഗോതമ്പ് പൊടി കൊണ്ട് അധികം സമയമൊന്നും കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് നല്ലതായാലും മോശമായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ കരുത്ത് നൽകുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇറ്റ്സ് മീ യാസി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.